എന്നാ എനിക്കൊരു അക്കൗണ്ട് തുടങ്ങിയോ? കേക്കണ്ട. താങ്ക് യു. കാണുന്നില്ലല്ലോ. ചേച്ചി എന്താ കപ്പിലെന്താ? കപ്പിൽ കോഫി. അയ്യോ അകത്തല്ല, പുറത്ത്. കപ്പിന് പുറത്ത്. ഇതാരാ ചെയ്തത്? അയ്യോ എനിക്കറിയില്ല ചേച്ചി, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കല്യാണി, കൊല്ലവളെ. എനിക്കറിയില്ല. ഞങ്ങൾ അതുകൊണ്ട് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്തേ. അഖിലേന്ത്യ ആണല്ലോ. സുബ്രോ, നീ എവിടെയുണ്ട്? ഞാനിപ്പോ ആനന്ദിന്റെ ഓഫീസിലുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അവൻ മീറ്റിംഗില. നീ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്, വേഗം ചെല്ല്. ശരി ആന്റി.
ഇല്ല. ഓ ഐ സി. ആനന്ദ്, ദേ നിന്നെ അഖിലേന്ത്യ വിളിക്കുന്നു. എക്സ്ക്യൂസ് മീ. പ്ലീസ് സർ. ഹലോ അമ്മേ. നീ ഉടനെ വീട്ടിലേക്ക് വരണം. അമ്മേ, ഞാനൊരു ഏർജന്റ് മീറ്റിംഗില്. എന്ത് മീറ്റിംഗിലാണെങ്കിലും എത്ര നഷ്ടം വന്നാലും നീ അത് ഉടനെ നിർത്തിവെച്ച് ഇപ്പോ ഇവിടെ തിരിച്ചമ്പരത്ത് വരണം. ശരി അമ്മേ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. മീറ്റിംഗ് നമുക്ക് വേറൊരു ദിവസം വയ്ക്കാം. ഓക്കെ? ഓക്കെ സർ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞ കാര്യം. വാടാ വാ, ഇവിടെ നിനക്ക് വലിയൊരു പുരസ്കാരം വെച്ചിട്ടുണ്ട്. എന്താ ആനന്ദ്, എന്താ പ്രശ്നം? ആന്റി എന്തിനാ പെട്ടെന്ന് വീട്ടിലോട്ട് വരാൻ പറഞ്ഞത്? എനിക്കറിയില്ല. അമ്മ എന്തോ വല്ലാത്ത ദേഷ്യത്തില്. ആ, അതാ സംസാരം കേട്ടപ്പോഴേ എനിക്കും തോന്നി എന്തോ വലിയ പ്രശ്നമുണ്ട്. നീ ആ കല്യാണി ഒന്ന് വിളിച്ചു നോക്കിയേ. വിളിച്ചിട്ട് കിട്ടുന്നില്ല. കൊള്ളാല്ലേ? ഞാൻ കുറച്ച് ബിസിയാ, പിന്നെ വിളിക്കാം. എന്താ അമ്മേ, എന്താ അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? പറയാം. കാണടാ കാണ, എന്നിട്ട് മറുപടി പറ. തീർന്നു. നീയും ഈ അടുക്കളക്കാരിയും ഇതോടെ തീർന്നു. ഇത് കണ്ടോ? എന്താ ഇത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ചോദിച്ചത് കേട്ടില്ലേ? ഇതെങ്ങനെ വന്നു? ഇതാര് ചെയ്തു? ഇപ്പൊ അറിയണോ എനിക്കത്? ആനന്ദ്, നിന്നോടാ ഞാൻ ചോദിച്ചത്. നീ ഇതിന് മറുപടി പറയണം. ഇതെങ്ങനെ വന്നു? ഈ ഗ്ലാസിൽ നിങ്ങളുടെ പടം എങ്ങനെ വന്നു എന്ന്. അത് തന്നെയാണ് അമ്മേ എനിക്കും അറിയാനുള്ളത്.
അത് കൊള്ളാലോ. ഇതേ ആനന്ദേട്ടന്റെ മുറിയിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്ന കപ്പ. ആ. ഈ കപ്പ് ആനന്ദിന്റെ മുറിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണെന്നോ? അതെ ആന്റി, ഞാൻ എടുത്തിട്ട് വന്നതാ. ഈശ്വര, ഇവള് നശിപ്പിച്ചു. എന്താ വിലാസിനി, ഈ കപ്പ് ഇവൾ ആനന്ദിന്റെ മുറിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണോ? അപ്പോ ഉറപ്പായിട്ടും നീ ഇത് നേരത്തെ കണ്ടിട്ടുണ്ടാവും. പണിവാളി. എന്നിട്ട് ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ, പുതിയ കപ്പ് കണ്ട ഭാവത്തിൽ നീ അഭിനയിക്കായിരുന്നു അല്ലേ? എന്തൊക്കെ ഇതിനകത്ത് നടക്കുന്നത്? എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? വിലാസിനി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അതെ, ഇവള് തന്നെ ആനന്ദിന്റെ മുറിയിൽ നിന്ന് ഈ കപ്പ് എടുത്തോണ്ട് വന്നത്. ഞാനത് പറയാൻ ഭാവിച്ച് വന്നപ്പോ ഇവള് കയറി അങ്ങ് പറഞ്ഞും പോയി. ചേച്ചി, ഈ കപ്പ് ആനന്ദ് അവന്റെ മുറിയിൽ വളരെ രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. രഹസ്യമായി വെച്ചിരുന്നതുകൊണ്ട് എനിക്കതില് സംശയം തോന്നുകയും ഞാൻ അതെടുത്ത് പരിശോധിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ മുറിയിലൊക്കെ പോയി പരിശോധിക്കുക ഇളയമ്മയ്ക്ക് എന്താ അവകാശം? വേണ്ട, എനിക്കറിയാൻ ചോദിക്കാൻ. വിലാസിനി, പറയൂ. ഈ കപ്പിൽ ഇങ്ങനെ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ചേച്ചിയോട് എങ്ങനെ പറയൂ എന്ന് പേടിച്ചാ ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ എന്താ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഇവരുടെ ഫോട്ടോയുള്ള കപ്പ് ആനന്ദ് എന്തിന് രഹസ്യമായി സൂക്ഷിച്ചു എന്ന് ചേച്ചി എന്ന് ചോദിച്ചേ. ഇത് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ആനന്ദ്. ഇത് ഞാൻ ക്ഷമിക്കയില്ല. നിന്നെക്കുറിച്ചും കല്യാണിയെക്കുറിച്ചും ഇവിടെ ചിലർ പലപ്പോഴും പലതും പറഞ്ഞത് എന്റെ മനസ്സിൽ കിടന്നിങ്ങനെ കത്തുക. അപ്പോഴും ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ നോക്കും. ആനന്ദ് എന്റെ മകനാ, അവനിൽ നിന്നും ഒരു തെറ്റും ഉണ്ടാവില്ലെന്ന്. ആ പറഞ്ഞവരോടൊക്കെ ഞാനത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നിന്റെ മുറിയിൽ ഇങ്ങനെ ഒരു കപ്പ് എങ്ങനെ വന്നു എന്ന് എനിക്കറിയണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അമ്മ അറിയണം. അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്. കാരണം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. നീ എന്താ ചെയ്യുന്നത്? നിക്കമ്മേ, ഇതിൽ ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇല്ല. ഇവിടെ അടുത്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്. എന്റെ ഫ്രണ്ടിന്റെ സ്ഥാപനമോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, റിംഗ് ഉണ്ട്. ഗിഫ്റ്റ് ഹൗസിലെ നമ്പറാ. അമ്മ സംസാരിക്കുക. ഹലോ, വിസ്മയ ഗിഫ്റ്റ് ഹൗസ്. ഞാൻ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാ. പറയൂ മാഡം.
ആ ശരി, നിങ്ങൾ ഉടനെ എത്തണം ഇവിടെ. ഉടനെ എത്താം മാഡം. ഗിഫ്റ്റ് ഹൗസിൽ നാളെത്തും. അയാൾ വരട്ടെ, അപ്പൊ സത്യം എന്താണെന്നറിയാലോ. അതുവരെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം. ആന്റി, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. നമസ്കാരം മാഡം, ഞാൻ ഗിഫ്റ്റ് ഹൗസിൽ നിന്നാ. എന്നോട് ഫോണിൽ സംസാരിച്ചത് നിങ്ങളാണോ? അതെ മാഡം. ഈ കോഫി കപ്പ് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിയാണോ? അതെ മാഡം, ഞങ്ങളുടെ കടയിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഇത് ഓർഡർ ചെയ്ത് ഞങ്ങളെ കൊണ്ട് പ്രത്യേകം ചെയ്യിപ്പിച്ചതാ. സൂപ്പർ. നീ പെട്ടടാ മോനെ. ആരാ ഈ കപ്പ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? പേരറിയില്ല മാഡം, നേരിട്ട് വന്ന് ഓർഡർ ചെയ്തതാ. ആളെ കണ്ട ഒരു പക്ഷെ പറയാൻ പറ്റും. ഈ നിൽക്കുന്ന ആരെങ്കിലും ആണോ ഓർഡർ ചെയ്തത്? നോക്കി പറയൂ. അല്ല, ഇവരാരുമല്ല മാഡം. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കിയേ, ആൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ല മാഡം, ഇവരാരുമല്ല. ആ ശരിയെന്നാ. മാഡം, ദേ ഈ മാഡമാണ് കടയിൽ വന്ന് ഫോട്ടോ തന്ന് ദേ ഇത്തരം ഒരു കപ്പ് ഓർഡർ ചെയ്തത്. എന്താ നിങ്ങൾ പറയുന്നേ? ഞാൻ ഓർഡർ വന്നെന്നോ? വെറുതെ അപവാദം പറഞ്ഞാലുണ്ടല്ലോ. മാഡം, ഇവര് തന്നെയാണ് കടയിൽ വന്ന് ഈ കപ്പിന് ഓർഡർ തന്നത്. എനിക്ക് നുണ പറയേണ്ട ആവശ്യം എന്താ മാഡം? അയ്യോ ആന്റി, ഇയാള് നുണ പറയാ. ഞാൻ ആ കടയിൽ പോയിട്ടുമില്ല, അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടുമില്ല. എന്തിനാണ് മാഡം വെറുതെ ഈ കാര്യത്തിൽ എനിക്ക് നുണ പറയേണ്ട ആവശ്യം? ഇവര് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഇവരുടെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാഡം. ചേച്ചി, ഇയാള് പറയുന്നത് പച്ച കള്ളോ? ഗംഗ കടയിൽ പോവുകയില്ല, ഓർഡർ കൊടുക്കുകയില്ല. ഗംഗ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഗംഗയുടെയും ആനന്ദിന്റെയും പടം വെച്ചാ പോരെ. എന്തിനാ ആനന്ദിന്റെയും കല്യാണിയുടെയും പടം വെക്കുന്നേ? അതോ അതിന്റെ കാര്യം ഞാൻ പറയാം. അഖില, ഇത് ആ ജോത്സ്യം പറഞ്ഞത് ശരിയാണെന്ന് അഖിലെ ബോധ്യപ്പെടുത്താൻ വളരെ ബോധപൂർവം ചെയ്തതാ.